നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ അവിട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം 30 നാഴിക വരുന്ന കുംഭക്കൂറിലുമാണ്. മകരക്കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ദൈവാധീനം കുറവാണ്. 6-ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്നാലും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുടേതായിരിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. വ്യാഴപ്പഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലേ ഭവന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. എന്നാലും കർമാധിപതി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വിദേശത്ത് പോകാനായിട്ട് താല്പര്യമുള്ളവർക്ക് അതിന് ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു സമയമാണ്. കാരണം മീനൻ രാശിയിലാണ് ലഗ്നാധിപതിയായിരിക്കുന്ന ശനി സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ 5-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. അത് മാത്രമല്ല 4-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം ഭവന സംബന്ധമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വാഹനം വാങ്ങുക, ഭൂമി വാങ്ങുക, വീട് വയ്ക്കുക, വീട് മോടി പിടിപ്പിക്കുക, അലങ്കാര വസ്തുക്കൾ വാങ്ങുക. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. എല്ലാ രീതിയിലുള്ള ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ടും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുള്ള സമയമാണ്. അതേപോലെ ലഗ്നാധിപതി രക്ഷാസ്ഥാനത്താണ്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. 5-ലെ വ്യാഴം എന്ന് പറയുമ്പോൾ നല്ല ദൈവാധീനം ചാരവശാല ഈ വർഷത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ മാസത്തിലും വളരെ അനുകൂലാവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ പോലും ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക. അതുപോലെ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ്. ആ ചൊവ്വ കർമാധിപതി ആയതുകൊണ്ട് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് അനുകൂലമാണെങ്കിൽ പോലും ഘടനകാരകനായിരിക്കുന്ന കേതുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ കേതുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ കർമ്മ തടസ്സം പോലെയുള്ള കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ മുടക്കങ്ങൾ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ. അതുപോലെ തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുടേതായിരിക്കുന്ന ദുരിതമുണ്ട്. കാരണം 5-ാം ഭാവാധിപതി 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, നിവർത്തി സ്ഥാനാധിപതി 6-ലാണ്. നിപുണായോഗമുണ്ട്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനും ആ സംസാരത്തിൻ്റെ പേരിൽ ശത്രുത ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം അഷ്ടമാധിപത്യം വഹിച്ചിട്ട് നിൽക്കുന്ന ബുധനാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പൂർവ്വപുണ്യ ദുരിതം എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് സംസാരം വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ലഗ്നത്തിൽ രാഹുവാണ്. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ്റെ ഒരവസ്ഥയുണ്ട്. ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്ക് യോഗം ഉണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ കുറച്ച് ഞെരുക്കം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. പഠനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ച് അലസതയും മടിയൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. ശത്രുദോഷ പരിഹാരം ചെയ്യണം. അതിന് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഗണപതി ഹോമം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറി അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് ഈ മാസത്തിൽ എന്തായാലും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.